ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ നമുക്ക് ഔട്ട്ഫിറ്റ് ചെക്കാണ്. ഫിറ്റ് ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് സ്പെയിനിലെ ബാഴ്സലോണയിലാണ്. അപ്പോൾ ബാഴ്സലോണ മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി കാണാൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടിയൊക്കെ ചുമ്മാ നടക്കുന്ന ഒരു സമയത്താണ് നമ്മൾ FCBയുടെ ഒരു സ്റ്റോർ നമ്മുടെ കണ്ണിൽപ്പെടുത്തത്. നമ്മൾ ഇങ്ങോട്ടേക്കായിട്ട് വന്നതല്ല കേട്ടോ. നമ്മളിവിടെ കൂടെ നടന്നു പോകുമ്പോൾ വളരെ റാൻഡമായിട്ട് FCBയുടെ സ്റ്റോറിൻ്റെ മുമ്പിൽ കൂടെ പോയപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് കയറാമെന്ന് വിചാരിച്ചതാണ്. നമ്മളിത് തപ്പി വന്നതൊന്നുമല്ലായിരുന്നു. സോ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് വലിയ ഡിസ്പ്ലേ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രപ്പോസ്ഡ് മോഡലുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ടീം കപ്പൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു വലിയ ഡിസ്പ്ലേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അകത്ത് ഫുൾ ടൂറിസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. ടൂറിസ്റ്റ് കാരണം നല്ല റഷാണ് ഷോപ്പിൻ്റെ അകത്ത്. 2 ഫ്ലോറിലായിട്ടാണ് ഈ സ്റ്റോർ ഉള്ളത്. അപ്പോൾ ഇവിടെ ജേഴ്സി എല്ലാം ഒറിജിനൽ സ്റ്റോർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു റേറ്റാണ്. ഒരു 60 to 150 യൂറോയിലാണ് ഒരു ആവറേജ് റേറ്റ് വരുന്നത്. എല്ലാം തന്നെ ഒരു 80, 100 അങ്ങനെ പല റേറ്റിൽ വരുന്നതുണ്ട്. 100 യൂറോ, 120, 150 യൂറോ അങ്ങനെ പല റേറ്റിൽ വരുന്നതുണ്ട്. പിന്നെ ഇവിടെ സാക്ഷാൽ ലയണൽ മെസ്സി ഒപ്പിട്ട പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി ധരിച്ച ഒരു ആംബാൻഡ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പേഴ്സണലി സൈൻ ബൈ ലയണൽ മെസ്സി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ 2 ആംബാൻഡ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് വേറൊരു ആംബാൻഡും കൂടി ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്, മെസ്സി ഒപ്പിട്ടത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ബാസ ടീമിൻ്റെ കോച്ചായിട്ടുണ്ടായിരുന്ന പെപ് ഗാർഡിയോള സൈൻ ചെയ്ത പുള്ളി ഇട്ടിട്ടുള്ള ഒരു ജേഴ്സിയും ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ നിറയെ ആളാണ് സ്റ്റോറിൻ്റെ അകത്ത്. പണ്ടത്തെ മോഡൽ ജേഴ്സികളൊക്കെ ഉണ്ട് ഇവിടെ. കോട്ടൺ മെറ്റീരിയലിലുള്ള ഫുൾ സ്ലീവ് ജേഴ്സികളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് പേഴ്സണലൈസ് ആയിട്ടും ജേഴ്സിയൊക്കെ കിട്ടും. നമുക്ക് പേരൊക്കെ അവർ ഇപ്പോൾ തന്നെ സ്റ്റാമ്പ് ചെയ്ത് തരുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ കിഡ് സെക്ഷനാണ്. ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഉണ്ട് അവിടെ. കിഡ് സെക്ഷൻ ആണെങ്കിലും റേറ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, കുറച്ച് കുറവൊക്കെ ഉള്ളൂ. അങ്ങനെ കുട്ടികൾക്കുള്ള ചെറിയ കുട്ടികളുടെ റോംബേഴ്സ് വരെ ഉണ്ട് കേട്ടോ. ബേബീസിനുള്ള റോംബേഴ്സ് വരെ ഉണ്ട്. FCB ലോഗോ ഒക്കെ ഉള്ളത്. ഈ ഒരു ക്യാപ്പ് കുട്ടികളുടെ ക്യാപ്പാണ്. അതിന് 25 യൂറോ ആണ് പ്രൈസ് ഉള്ളത്. 25 യൂറോ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ ഒരു 2000, 2500 രൂപയൊക്കെ ആയിരിക്കും വരിക നാട്ടിലെ. ലൈക്ക് ഒരു അപ്രോക്സിമേറ്റ് ആണ്. നമ്മളിങ്ങനെ നടക്കുന്ന വഴിക്കാണ് ഈ ഒരു വെൻഡിങ് മെഷീൻ ഒരു ചെറിയ കോർണറിലിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചത്. ഇത് ആക്ച്വലി ഒരു സുവനീറായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന മെഡലാണ് ഈ വെൻഡിങ് മെഷീനിൽ നിന്ന് നമുക്ക് കിട്ടുക. 5 യൂറോ ആണ് അതിൻ്റെ പ്രൈസ്. അപ്പോൾ 5 യൂറോ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ലമിൻ യാമാലിൻ്റെ ചിത്രമുള്ള ഒരു മെഡലാണ് വരിക. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ബാസയുടെ ലോഗോ ഒക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. വേറെ പ്ലേയേഴ്സിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് യമാലിൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ യമാലിൻ്റെ ചിത്രമുള്ളൊരു മെഡലൊക്കെ വാങ്ങി. സ്പെയിനിൽ വന്നിട്ട് വാങ്ങിക്കാൻ പറ്റിയ, ബാഴ്സലോണയിൽ വന്നിട്ട് വാങ്ങിക്കാൻ വളരെ ആപ്റ്റായിട്ടുള്ളൊരു സുവനീറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതായിരുന്നു ബാഴ്സലോണയിലെ FCB സ്റ്റോറിലെ കാഴ്ചകൾ. നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.